ബദിയടുക്കയിൽ ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായി കൂട്ടിയിട്ട മാലിന്യം നീക്കം ചെയ്യാൻ തുടങ്ങി. ജില്ലാ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടി. വർഷങ്ങളായി ബദിയടുക്ക ബസ് സ്റ്റാൻഡിന് സമീപത്ത് പകർച്ചവ്യാധി പടരും വിധം കുന്നുകൂടി കിടന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് നീക്കം ചെയ്തു. ദിനംപ്രതി ആയിരങ്ങൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലെ ഭീതിതമായ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ജില്ലാ വാർത്ത ഈ മാസം മെയ് 7-ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികൃതർ കൂടിയാലോചന നടത്തി പ്രത്യേക ഫണ്ട് നീക്കിവെച്ച് മാലിന്യങ്ങൾ നീക്കാൻ നടപടിയെടുക്കുകയായിരുന്നു. കാസർഗോഡ് വിഷനില് ഈ വാർത്തയും ഇതിന്റെ സൈറ്റിലുള്ള വന്നതിന് ശേഷം ഏതായാലും 2 വർഷത്തിന് ശേഷം ഏതായാലും ഒന്ന് ക്ലിയർ ആയി. ഇനി ഈ ബദിയടുക്ക പഞ്ചായത്തിലെ ഈ സ്ഥലത്ത് വീണ്ടും ആരായാലും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരെ മുകളിൽ നടപടിയെടുക്കണമെന്നും അധികൃതരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 1.5 വർഷത്തോളമായിരുന്ന കുന്നുകൂടിയിരുന്ന മാലിന്യങ്ങൾ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ബദിയടുക്ക പഞ്ചായത്തിന്റെ പരിസരത്തിൽ കൂട്ടിക്കിടന്ന ചപ്പുചവറുകളെ എല്ലാം വൃത്തി ചെയ്ത് നല്ല രീതിയിൽ പഞ്ചായത്ത് വ്യാപാരികളോട് സഹകരിച്ച് നല്ല ബദിയടുക്ക പരിസരം നല്ല വിധത്തിൽ വൃത്തീകരിച്ച് JCBയും ടിപ്പറും ഉപയോഗിച്ച് ഓവുചാലുകളിലെ മാലിന്യവും നീക്കാൻ തുടങ്ങി. വ്യാപാരികളുടെ സഹകരണവും മാലിന്യ നീക്കത്തിന് ഉറപ്പാക്കി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കാസർഗോഡ് വിഷൻ വാർത്താ സംഘം ബദിയടുക്ക പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു മാലിന്യ പ്രശ്നം. അത് അടിയന്തരമായും പഞ്ചായത്തിന്റെ എല്ലാ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ പഞ്ചായത്ത് സ്ഥിരമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ഗൗരവമായി പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ശാശ്വത പരിഹാരം പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ടൗണിൽ വളരെ നല്ല യുദ്ധ പ്രവർത്തനമാണ് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ശുചിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വളരെ സഹായം ലഭിച്ചിട്ടുണ്ട്. തുടർന്നും ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ബദിയടുക്കയുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി പഞ്ചായത്ത് ശ്രമിക്കും. വ്യാപാരികളുടെ സഹകരണത്തോടെ പഞ്ചായത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങളും ഓവുചാലുകളും കാലവർഷം വരുന്നതിന് മുമ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു. ഇനി മാലിന്യം നിക്ഷേപിക്കാതെ സൂക്ഷിക്കേണ്ടത് വ്യാപാരികളും യാത്രക്കാരുമാണ്. ബദിയടുക്കയിൽ നിന്ന് ക്യാമറമാൻ അഷ്റഫിനോടൊപ്പം ഹാരിസ് പുണ്ടൂർ, കാസർഗോഡ് വിഷൻ.